ദി കേരള സ്റ്റോറി എന്ന സിനിമയുടെ ഒരു പൂർണ്ണ രൂപം എന്താണെന്ന് നമ്മൾ പറയാൻ ശ്രമിക്കുകയാണ്. ഒരുപക്ഷെ കേരളത്തിൽ ഈ ഒരു സിനിമ കുറെ ആളുകൾ കണ്ടിട്ടില്ല. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടുത്തെ രാഷ്ട്രീയ അജണ്ടകൾ അതിന് അനുവദിക്കുന്നില്ല എന്നുള്ളത്. സിനിമയുടെ ഏറ്റവും അവസാനം ശരിക്കും ഇത് നടന്ന ഒരു സംഭവമാണ് എന്ന് ചെറിയലായിട്ടുള്ള ഒരു ഇന്റർവ്യൂ അവിടെ ഇട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ കുറച്ച് കാര്യങ്ങളൊക്കെ നടന്നിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കമൊന്നും വേണ്ട. 32,000 കുട്ടികളെ 10 വർഷത്തിനിടയിൽ ഇവിടെ നിന്നും മതം മാറ്റം ചെയ്യപ്പെട്ടിട്ട് ISIS റിക്രൂട്ട് ചെയ്യപ്പെട്ട് അഫ്ഗാനിസ്ഥാനിലും മറ്റുള്ള സിറിയയിലൊക്കെ പോയിട്ടുണ്ട് എന്നാണ് ഡയറക്ടർ ഇവിടെ പറഞ്ഞിട്ടുള്ളത്. ആ ഒരു വാദത്തെയാണ് ഒരുപക്ഷെ ഈ കേരളത്തിലെ മുഴുവൻ ജനത ഒന്നടങ്കം ഒരുമിച്ച് നിന്നിട്ട് എതിർത്തത് എന്നുള്ളതാണ്. ഈ ഒരു കാര്യത്തിൽ കുറച്ച് സത്യമുണ്ട് എന്ന് തന്നെയാണ് ഞാനും വിശ്വസിക്കുന്നത്. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ പൂർണ്ണമായിട്ടും എല്ലാ മതങ്ങളും സത്യസന്ധമായിട്ട് പണിയെടുക്കുന്നവരല്ല. അവർ അതിൻ്റെ ഉള്ളിലുള്ള ഒരു ഡാർക്ക് സ്പേസിൽ പോയി നിൽക്കുന്ന ആളുകളുണ്ട്. ഹിന്ദു ആണെങ്കിലും മുസ്ലിം ആണെങ്കിലും ക്രിസ്ത്യൻ ആണെങ്കിലും എല്ലാ മതത്തിലും അങ്ങനെ ഒരു ഡാർക്ക് സ്പോട്ട് ഉണ്ട്. ആ ഒരു ബ്ലൈൻഡ്നെസ്സിന്റെ ഉള്ളിൽ നിന്നുകൊണ്ട് വൃത്തികേടുകൾ കാണിക്കുന്ന ആളുകളുണ്ട്. അപ്പോൾ നമുക്ക് ആ ഒരു സിനിമയെ കുറിച്ച് പറയാന്നുള്ളതാണ്. രാഷ്ട്രീയം ഇവിടെ പറയുന്നില്ല. ഇത് കേരള സ്റ്റോറി എന്ന് സിനിമ എഴുതി കാണിക്കുന്ന അഫ്ഗാനിസ്ഥാനിലാണ്, ഒരു മലനിരയുടെ മുകളിലാണ് കാണിക്കുന്നത്. അതിന്റെ ഇടയിൽ ISIS നിന്നൊരു പെൺകുട്ടിയെ പിടിച്ചുകൊണ്ട് പോലീസുകാർ ചോദ്യം ചെയ്യുന്ന സീനുകളിൽ നിന്നാണ് സിനിമ തുടങ്ങുന്നത്. ഇത് കഴിഞ്ഞ് ഇവർക്ക് ഒരു കഥ പറയാനുണ്ട്. ഞാൻ എങ്ങനെ ISIS എത്തി എന്ന് പറഞ്ഞുകൊണ്ട് ഒരു സീനിലേക്ക് പോവുകയാണ്. കേരളത്തിലാണ്. ശാലിനി ഉണ്ണികൃഷ്ണൻ എന്ന് പറയുന്ന തിരുവനന്തപുരംകാരിയാണ് കാണിക്കുന്നത്. ഒരുപക്ഷെ നമുക്ക് ഒരിക്കലും ഡൈജസ്റ്റ് ആവാത്ത ഒരു രൂപഘടനയാണ് ആ പെൺകുട്ടിക്ക്. ഒരു നോർത്ത് ഇന്ത്യൻ പെൺകുട്ടിയെ കൃത്യമായിട്ട് മലയാളിയാക്കാൻ ശ്രമിച്ചിട്ട് പാളിപ്പോയതുപോലെയാണ് തോന്നുക. ആ ഒരു പെൺകുട്ടി സിനിമയിൽ ഉടനീളം മുല്ലപ്പൂ ചൂടുന്നു. കേരളത്തിലുള്ള ഒരു ശാലീന സുന്ദരിയാണ് എന്ന് കാണിക്കാൻ വേണ്ടി അതൊരു മനഃപൂർവ്വം കുത്തിക്കയറ്റിയത് പോലെ എനിക്ക് തോന്നിയത്. ഓക്കെ, അപ്പോൾ പെൺകുട്ടിക്ക് നഴ്സിംഗ് പഠിക്കണം, അതിനുവേണ്ടി കാസർഗോഡേക്ക് പോകുന്നു. അങ്ങനെ തിരുവനന്തപുരത്ത് നിന്നും കാസർഗോഡേക്ക് പോകുന്നു. കാസർഗോഡ് ആ ഒരു കുട്ടി വന്നിറങ്ങുന്ന ഓട്ടോറിക്ഷയുടെ പേര് തന്നെ മാഷാ അള്ളാ എന്നാണ്. അവിടെ നിന്ന് കൊണ്ട് തന്നെ ഈ ഒരു ഇസ്ലാമിനെ പരമാവധി ഇതിൽ പ്രൊജക്റ്റ് ചെയ്ത് കാണിക്കാൻ, അവരെ ഏതൊക്കെ രീതിയിൽ താഴ്ത്തിക്കെട്ടാൻ ശ്രമിക്കാൻ കഴിയുമോ എന്ന് പരമാവധി ഡയറക്ടർ ശ്രമിച്ചിട്ടുണ്ട്. ആ ഓട്ടോറിക്ഷയുടെ മുകളിൽ മാഷാ അള്ളാ. അത് കഴിഞ്ഞ പെൺകുട്ടി പുറത്തിറങ്ങുമ്പോൾ ചുവരിലെല്ലാം ഈ ഒരു കാശ്മീരിലെ മുസ്ലിങ്ങളെ സപ്പോർട്ട് ചെയ്ത് പാകിസ്ഥാനികളെ സപ്പോർട്ട് ചെയ്യുന്ന തരത്തിലുള്ള സ്ലോഗൻസ് എഴുതി വെച്ചിട്ടുണ്ട്. ആ ഒരു കുട്ടി നേരെ നടന്നു കയറുന്നത് ഹോസ്റ്റൽ മുറിയിലേക്കാണ്. ഹോസ്റ്റൽ മുറിയിലേക്ക് എത്തുമ്പോൾ തന്നെ അവരെ സർപ്രൈസ് ചെയ്തുകൊണ്ട് നിങ്ങൾ ശാലിനി അല്ലേ, തിരുവനന്തപുരംകാരി അല്ലേ എന്ന് ചോദിക്കുന്ന ഞെട്ടുക. മാത്യൂസ് എന്ന ഒരു കോട്ടയംകാരിയാണ് ആദ്യം ആ ഒരു ഡയലോഗ് അടിക്കുന്നത്. അപ്പൊ അവർ ഞെട്ടി വണ്ടടിക്കുകയാണ്. അവിടെ നിന്നൊരു കമ്പനി ആവുകയാണ്. അങ്ങനെ കൊച്ചിയിൽ നിന്നുള്ള ഒരു പെൺകുട്ടിയുടെ, ഗീതാഞ്ജലി മേനോൻ എന്നാണ് ആ പെൺകുട്ടിയുടെ പേര്. അപ്പൊ അവരെല്ലാരും കൂടെ ഒരു കമ്പനി ആവുന്നുണ്ട്. അവിടെ നിന്ന് ആസിഫ ഭാനു എന്നൊരു പെൺകുട്ടി വരുന്നു. ആ ഒരു പെൺകുട്ടി വരുമ്പോൾ തന്നെ ശാലിനി ചോദിക്കുന്ന ചോദ്യമുണ്ട്. ഒരു മക്കനൊക്കെ എത്തി വരുന്നത് കാണുമ്പോൾ തന്നെ, നിങ്ങൾ മലപ്പുറം ജില്ലയിൽ നിന്നാണോ അതോ കോഴിക്കോട് നിന്നാണോ? അപ്പോഴത്തേക്ക് യെസ്, ഞാൻ മലപ്പുറം ജില്ലയിൽ നിന്നാണ് എന്നാണ് പറയുന്നത്. അതായത് സിനിമയിൽ അവിടെ നിന്ന് തന്നെ കൊടുക്കുന്നുണ്ട് മലപ്പുറം ജില്ല, കോഴിക്കോട് ജില്ല, ഈ 2 ജില്ലയിൽ മുസ്ലിങ്ങളുടെ എണ്ണം കൂടുതലാണ്. അവർ പലപ്പോഴും ഇവിടുത്തെ മുസ്ലിം ലീഗിന്റെ കൊടി കാണുമ്പോൾ പോലും ഇവിടെ പാകിസ്ഥാൻ കൊടി വീശുന്നു എന്നൊക്കെ പറയുന്നത് നമ്മൾ കേട്ടിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ രണ്ടാമത്തെ സാധനം കൊടുത്തു. അതായത് ആദ്യം ഓട്ടോറിക്ഷയുടെ മാഷാ അള്ളാ, രണ്ടാമത് അവിടുത്തെ കാശ്മീരിലെ മുസ്ലിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്ന, അതായത് തീവ്രവാദപരമായ സപ്പോർട്ട് കൊടുക്കുന്നുണ്ട് എന്ന് കാണിക്കുന്നു കാസർഗോഡുള്ള ആളുകൾ. അത് കഴിഞ്ഞ് അടുത്ത സീനിൽ തട്ടൻ ഇട്ട കൂടുതലും പെൺകുട്ടികളുള്ളത് മലപ്പുറം ജില്ലയിലാണ്, മുസ്ലിങ്ങളും മലപ്പുറം ജില്ലയിലാണ് എന്ന് കാണിക്കുന്ന തരത്തിലുള്ള ഒരു സീക്വൻസ് ആണ്. അത് കഴിഞ്ഞ് അടുത്ത സീൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നഴ്സിംഗ് കുട്ടികൾക്കൊക്കെ ഒരു മോട്ടിവേഷൻ കൊടുക്കാൻ വേണ്ടിയിട്ട് പ്രിൻസിപ്പൾ നടത്തുന്ന ഒരു ചെറിയ ഒരു സംഭവം. ആ ഒരു സംഭവത്തിൽ അവര് മക്കനായിട്ടാണ് നിൽക്കുന്നത്, അവർ മുസ്ലിമാണ്. അതുകൂടാതെ തന്നെ വേദിയിലിരിക്കുന്ന വേറൊരു സ്ത്രീ മുസ്ലിമാണ്. അങ്ങനെ പരമാവധി സ്ഥലങ്ങളിലെല്ലാം മുസ്ലിങ്ങളെ കുത്തിക്കയറ്റാൻ ശ്രമിക്കുകയാണ്. അതിൽ അവർ ഒരു മണ്ടതരം ചെയ്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ മുസ്ലിം തട്ടൊക്കെ ഇട്ട് നിൽക്കുന്ന സ്ത്രീകൾ പരമാവധി വയറൊന്നും കാണിക്കാൻ നിൽക്കുക. പക്ഷെ പ്രിൻസിപ്പൾ നല്ല വയറൊക്കെ കാണിച്ചിട്ടാണ് നിൽക്കുന്നത്. അത് മനഃപൂർവ്വം ബ്രില്യന്റ് വർക്ക് കാണിക്കലുണ്ട് ഡയറക്ടർ, അതാവുന്ന എനിക്കറിയില്ല. ഓക്കെ, അത് കഴിഞ്ഞ് ഇതൊക്കെ കണ്ടുകൊണ്ടിരുന്ന് കൈ അടിക്കുന്ന നായികയുടെ അടുത്തും ഇരിക്കുന്ന കുറച്ച് കുട്ടികളെ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. അവിടെ ഇവിടെയൊക്കെ ആയിട്ട് കുറച്ച് മക്കനായിട്ട താത്ത കുട്ടികളെ കൊണ്ടിരുത്തിയിട്ടുണ്ട്. ഇതാണ് അടുത്ത സീൻ. അതായത് അവിടെ നിന്ന് അവർ കൊടുക്കുന്ന ക്ലാസ് ഇതാണ്. ചുവരിൽ കണ്ട സ്ലോഗൻസ് ഉണ്ട്. അതായത് ഈ കാശ്മീരിലുള്ള മുസ്ലിങ്ങളെ കുറിച്ച് സപ്പോർട്ട് ചെയ്യുന്ന തരത്തിലും എന്തോ ഒരു തീവ്രവാദപരമായിട്ടുള്ള സാധനങ്ങളില്ലേ, അതൊന്നും ഇവിടെയുള്ള കോളേജ് ക്യാമ്പസിൽ ആരും ചെയ്യുന്നതല്ല, പുറത്തു നിന്ന് ആരോ വന്ന് ചെയ്യുന്നതാണ്. അവിടെ പോലും ഞങ്ങൾക്ക് എന്താ പറയുക, സംസാരിക്കാൻ കഴിയാത്ത തരത്തിലാണ് എന്ന രീതിയിലാണ് പറയുന്നത്. അതൊന്നും ശ്രദ്ധിക്കണ്ട, നഴ്സിംഗിൽ കോൺസെൻട്രേറ്റ് ചെയ്യുക, ജനങ്ങളെ സഹായിക്കുക എന്ന് പറയുമ്പോഴാണ് കൈയടിക്കുന്നത്. അപ്പൊ അതിന്റെ ഇടയിലുള്ള അജണ്ട മുഴുവൻ മതമാണ്, ഇസ്ലാം മതമാണ് ചൂണ്ടിക്കാണിക്കുന്നത്. ഇത് കഴിഞ്ഞ് കോഴിക്കോടുള്ള ഏതോ ഒരു സ്ഥലത്ത്, ഉള്ള ഏരിയയിലുള്ള സ്ഥലത്ത് തലയിലൊക്കെ ഒരു ഇതൊക്കെ ഇട്ടിട്ടുള്ള ഒരു കാക്കയുടെ അടുത്ത് ഒരു ചങ്ങാതി നിന്നിട്ട് ഈ പെൺകുട്ടികളുടെ ഹിഡൻ ഒളിഞ്ഞു നിന്ന ഫോട്ടോസ് ഒക്കെ എടുത്ത് കാണിച്ചു കൊടുക്കുകയാണ്. ഇതാണ് അടുത്ത കുട്ടികൾ, ഇരകൾ എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു സീനാണ് കാണിക്കുന്നത്.
അങ്ങനെ റൂമിലിരുന്ന് ബോറടിച്ചിരിക്കുകയാണ്. ഇവർ പുറത്തൊക്കെ ഇറങ്ങണം എന്ന് പറയുമ്പോൾ മലപ്പുറംകാരിയായിട്ടുള്ള അഗ്രകന്യക, അവരാണ് ഇതിന്റെ മെയിൻ ആള്. അവര് ഇവരോട് പറയാണ്, എന്റെ 2 കസിൻസ് വരുന്നുണ്ട്, ഒരു കാര്യം ചെയ്യാം, നമുക്കൊന്ന് ഔട്ടിങ്ങിന് പോയാലോ, അവരെ കൂടെ പോവാം എന്ന് പറഞ്ഞ് ആ ഒരു കാറിൽ അവരെ കൂടെ യാത്ര ചെയ്യാം. അതിനിടയിൽ ഒരാൾ ഡോക്ടർ ആണെന്നും പറയുന്നുണ്ട്, ഒരാൾ വലിയ ബിസിനസ്മാൻ ആണെന്നും പറയുന്നുണ്ട്. ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുന്നതിന്റെ ഇടയിൽ ശാലിനി എന്ന തിരുവനന്തപുരക്കാരിക്ക് ആ ഡോക്ടറായിട്ടുള്ള റമീസിനെ ഭയങ്കര ഇഷ്ടപ്പെടുക. എന്താന്ന് വെച്ചാൽ റമീസ് പറഞ്ഞ കാര്യമുണ്ട്, പരമാവധി സമ്പാദിക്കണം, എന്നിട്ട് സാധാരണക്കാരെ സഹായിക്കണം, അതാണ് മതം ഞങ്ങളെ പഠിപ്പിച്ചിട്ടുള്ളത് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ഡയലോഗ് അടിക്കുമ്പോൾ അവർ വല്ലാതെ അങ്ങോട്ട് ഇൻസ്പയർ, ഓ നല്ല മനുഷ്യൻ എന്ന് പറയുകയാണ്. അതായത് അവിടുന്ന് നിന്നും അടുത്തൊരു സാധനം, ഞങ്ങളുടെ മതം പഠിപ്പിക്കുന്ന ഒരു കാര്യം, നന്നായിട്ട് സമ്പാദിക്കുക എന്നതിന് പകുതി പാവങ്ങളെ സഹായിക്കാൻ വേണ്ടി ഉപയോഗിക്കുക എന്നാണ് പറയുന്നത്. അങ്ങനെ അവർ നേരെ കടപ്പുറത്തൊക്കെ പോകുന്നു, വലിയ രീതിയിൽ കമ്പനി ആവുന്നു, സെൽഫിയൊക്കെ എടുത്തിട്ട് ഒരു അടിപൊളി സംഭവമാണ്. അങ്ങനെ ഒരു ഭക്ഷണം കഴിക്കാൻ ഹോട്ടലിൽ കയറുന്നുണ്ട്. ഈ ഒരു സമയത്ത് ആ സുഹൃത്തുക്കളെ വിളിക്കുന്നുണ്ട്, നിങ്ങൾ ഭക്ഷണം കഴിക്കാൻ വരുന്നുണ്ടോ ചോദിക്കുമ്പോൾ അല്ല, ഞങ്ങൾ കുറച്ച് അർജന്റ് വർക്കാണ് എന്ന് പറഞ്ഞ ഒരു നൈസായിട്ട് അവിടെ മാറുക. അത് കഴിഞ്ഞ് ഭക്ഷണം കഴിക്കുന്ന സീന് കാണിക്കുമ്പോൾ ഈ മുസ്ലിം പെൺകുട്ടിയും ക്രിസ്ത്യൻ പെൺകുട്ടിയും ഇരുന്ന് പ്രാർത്ഥിക്കുന്നു, മറ്റ് 2 ഹിന്ദു കുട്ടികൾ അതൊന്നും ശ്രദ്ധിക്കാതെ ഭക്ഷണം കഴിക്കുക. ഈ ഒരു സമയത്ത് ഇവർ ചോദിക്കുന്ന ഒരു ചോദ്യം എന്താ വെച്ചാൽ, നിങ്ങൾ ഇങ്ങനെ പ്രാർത്ഥിച്ചിട്ടൊക്കെയാണ് കഴിക്കാൻ ചോദിക്കുമ്പോൾ ക്രിസ്ത്യൻ ആയിട്ടുള്ള പെൺകുട്ടി പറഞ്ഞാൽ, ഞങ്ങൾ വീട്ടിൽ നിന്ന് പഠിച്ചൊരു കാര്യമാണ്, ദൈവത്തിനോട് പ്രാർത്ഥിച്ച് ഭക്ഷണം കഴിക്കണതാണ് ശരി എന്ന് പറയും. മുസ്ലിം ആയ ഒരു പെൺകുട്ടിയും പറയുന്നുണ്ട്, അള്ളാഹുവിനെ നമ്മൾ എപ്പോഴും പ്രീതിപ്പെടുത്തണം, പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം. അപ്പൊ ഇവരെ വണ്ടറടിക്കുക, ഹിന്ദു കുട്ടികൾ വണ്ടറടിക്കുക, കാരണം ഇതിനെ കുറിച്ചൊന്നും കൂടുതൽ ധാരണ ഇല്ലാത്തതുകൊണ്ട് ഇവരൊരു ക്യൂരിയോസിറ്റി അവിടെ വരുന്നുണ്ട്. ഈ ഒരു സമയത്താണ് ഈ ഒരു മുസ്ലിം പെൺകുട്ടിയുടെ കൂട്ടുകാരന്മാരായിട്ടുള്ള അല്ലെങ്കിൽ കസിൻസ് ആയ 2 പേര് വരുന്നത്. അങ്ങനെ ആ ഒരു പബ്ബിൽ കിടന്ന് അവർ ഭയങ്കര ഡാൻസ് കളിക്കുന്നുണ്ട്. ഈ സമയത്തൊക്കെ ശാലിനിയുടെ തലയിൽ മുല്ലപ്പൂ ഉണ്ട് കേട്ടോ. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇതൊരു ഹിന്ദുവിലെ തീവ്രത കാണിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ഒരു മുല്ലപ്പൂ ഉണ്ട്. എല്ലാ സമയത്തും ഹിജാബ് ധരിച്ചിട്ടാണ് ഇവരുടെ കൂട്ടുകാരികൾ. അങ്ങനെ ആ ഒരു ഭക്ഷണം കഴിച്ച് പുറത്ത് വരുന്ന സമയത്ത് ആ നമ്മുടെ നായികയായിട്ടുള്ള പെൺകുട്ടിക്ക് ഒരു ഡൗട്ട് തോന്നുക, അത് എന്തുകൊണ്ടാണ് നിങ്ങൾ നിങ്ങളുടെ ദൈവത്തിനോട് ഇങ്ങനെ പ്രാർത്ഥിക്കുന്നത്, അല്ലെങ്കിൽ എന്താണ് അതിന്റെ ഒരു ഗുട്ടൻസ് എന്ന് ചോദിക്കുമ്പോൾ അവർ പറയുന്ന സാധനമുണ്ട്. അതായത് ഈ ഒരു ദൈവത്തിനോട് നമ്മൾ എപ്പോഴും കടപ്പെട്ടിരിക്കണം, അള്ളാഹുവിനോട് നമ്മൾ എന്നും കടപ്പെട്ടിരിക്കണം, ഈ ഒരു ഭക്ഷണം വീണ്ടും വീണ്ടും നമുക്ക് കിട്ടട്ടെ, അല്ലെങ്കിൽ അത് തന്ന ദൈവത്തിന് നന്ദി എന്നാണ് പറയുന്നത് എന്ന് പറയുന്നത്. അപ്പോൾ ഇവർ തമാശക്കാണെങ്കിലും പറഞ്ഞൊരു കാര്യമുണ്ട്, എൻ്റെ അച്ഛനൊക്കെ അങ്ങനെ നന്ദി പറയാറുണ്ട്, അത് ഫാർമേഴ്സിനോടാണ്, കൃഷിക്കാരോട്, അത് കർഷകരോടാണ് എന്ന് പറയുന്നുണ്ട്. അപ്പൊ അവിടെ നിന്നും അങ്ങോട്ട് ചൊറിഞ്ഞു തുടങ്ങുന്നുണ്ട് ആർക്ക്, ആ ഇസ്ലാം ആയിട്ടുള്ള പെൺകുട്ടിക്ക്. അവർ പറഞ്ഞു വെച്ചിട്ടുണ്ടെങ്കിൽ അള്ളാഹുവിനോട് മാത്രമേ നമ്മൾ അങ്ങനെ പ്രാർത്ഥിക്കാൻ പാടൂ എന്ന് പറയുമ്പോൾ ക്രിസ്ത്യൻ പെൺകുട്ടി ജസ്റ്റ് അതിലൊരു ഇടപെടൽ നടത്താൻ ശ്രമിക്കുന്നുണ്ട്, എന്നാൽ പോലും പാളിപ്പോവാണ്. അതായത് ശക്തമായിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് അവിടെ നമ്മുടെ ഈ ഒരു മുസ്ലിം കുട്ടി സംസാരിക്കുന്നുണ്ട്, അത് മറികടക്കാൻ കഴിയാതെ ബുദ്ധിമുട്ടുന്നു. അങ്ങനെ അവിടെ നിന്നും കൺവേർട്ട് ചെയ്യാനുള്ള ശ്രമം നടത്തുക. അപ്പൊ കൊച്ചിക്കാരിയായ പെൺകുട്ടിയുടെ വീട്ടിലെ ഒരു സിറ്റുവേഷൻ, അവർ കമ്മ്യൂണിസ്റ്റ് ഫാമിലിയാണ്. അതുകൊണ്ട് തന്നെ ഒരു മതത്തിലും വിശ്വസിക്കാനോ ഒരു ദൈവത്തിലും വിശ്വസിക്കാനോ അവർ ഇഷ്ടമല്ല, അത് പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ട് കുട്ടിക്ക്. അപ്പൊ ആ ഒരു കാര്യമൊക്കെ ചൂണ്ടിക്കാണിക്കുക, നിങ്ങളൊരു കമ്മ്യൂണിസ്റ്റ് ആണ്, കമ്മ്യൂണിസ്റ്റുകാർക്ക് അമ്മാതിരി ബുദ്ധി ഉണ്ടാവുള്ളൂ, അതുകൊണ്ടാണ് നിങ്ങൾ അങ്ങനെ പറയുന്നത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവിടെ ഒരു കൺവേഷൻ, ഒരു ജസ്റ്റ് ഒരു ഡിബേറ്റിന്റെ ഒരു തുടക്കമാണ് സിനിമയിൽ. അവിടെ നിന്നാണ് ഡിബേറ്റിന്റെ ഒരു തുടക്കം വരുന്നത്. ഈ ഒരു സമയമാകുമ്പോഴത്തേനും അടുത്തൊരു സീനെന്നോളം പുതിയ ഇരകൾക്ക് വേണ്ടി കാത്തിരിക്കുന്ന ഒരു കൂട്ടം തീവ്രവാദ മനോഭാവമുള്ള ആളുകളെയാണ് കാണിക്കുന്നത്. തലപ്പാവൊക്കെ ഇട്ടിട്ടുള്ള ആളുകളെ തന്നെയാണ് അവർ അതിനു വേണ്ടിയിട്ട് കൊണ്ടു നിർത്തിയിട്ടുള്ളത്. ആ ഒരു കൂട്ടത്തിൽ നമ്മുടെ ആ മലപ്പുറംകാരിയുണ്ട്. അവരൊക്കെ ഈ ഒരു കണ്ണിയുടെ ഭാഗമാണ്, ISIS ആളുകൾ റിക്രൂട്ട് ചെയ്യുന്ന ആളുകളാണ് എന്നാണ് ആ ഒരു ഭാഗങ്ങളിൽ കാണിച്ചു തരുന്നത്. അങ്ങനെ ISIS ആളുകളെ റിക്രൂട്ട് ചെയ്യുന്ന ഈ ഒരു പെൺകുട്ടി, ഭാനു എന്നും വിളിക്കാം, ഈ ഭാനു എന്ന പെൺകുട്ടി ഇവിടെ പള്ളിയിലോട്ട് കയറി വന്നിട്ട് അവിടെ നിന്നും ക്ലാസ് ഒക്കെ കേട്ടതിന് ശേഷമാണ് ഇത് ചെയ്യാൻ പോകുന്നത്. അങ്ങനെ നമ്മൾ ഈ ഒരു പെൺകുട്ടികൾക്ക് നമ്മുടെ കസിൻസ് ആയിട്ടുള്ള 2 ഫേക്ക് കസിൻസിനെ പരിചയപ്പെടുത്തി. ഒന്ന് നമ്മളെ അബ്ദു എന്നും ഒരാളെ പേര് റമീസ് എന്നും ആണല്ലോ. അപ്പൊ ഇവരെ വീണ്ടും കണക്ട് ചെയ്തിട്ട് എങ്ങനെയെങ്കിലും പ്രേമത്തിൽ വീഴ്ത്തണം എന്നുള്ളതാണ് ആ പെൺകുട്ടിക്ക് കിട്ടുന്ന ഒരു അജണ്ട. ഭാനു എന്ന പെൺകുട്ടി ഇവരെ 2 പേരെയും നമ്മുടെ വീട്ടിലേക്ക് വിളിക്കുന്നു. അങ്ങനെ നേരെ ഈദിനേക്ക് വരുന്നു. ഇവിടെ വെച്ച് മലപ്പുറത്തെ വീട്ടിൽ വെച്ച് അവർക്ക് ഭയങ്കര കമ്പനി കൊടുത്തുകൊണ്ട് ആ ഒരു 2 പയ്യന്മാർ ഇവരുടെ ഹൃദയത്തിലേക്ക് പൂർണ്ണമായിട്ടും കയറി ചെല്ലുക. അവിടുന്ന് അവർ ചെയ്യുന്ന സക്കാത്ത് പൈസ ഒക്കെ കൊടുക്കുന്ന സമയത്ത് നമ്മളെ തിരുവനന്തപുരംകാരിക്ക് ഒരു ഭയങ്കര സന്തോഷം തോന്നുന്നു, അവർ നല്ല കാര്യങ്ങളൊക്കെ ചെയ്യുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ നിന്നും അവരുടെ ഒരു പ്രണയം അങ്ങോട്ട് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. വീഡിയോ പ്രദർശിപ്പിച്ച് കാണാൻ കഴിയില്ല, അതുകൊണ്ട് ഫോട്ടോ കാണിക്കുന്നത് നല്ല പണി തരും. കാരണം കേരള സ്റ്റോറിയെ കുറിച്ച് പറഞ്ഞാൽ തന്നെ പണി കിട്ടുന്ന അവസ്ഥയാണ്, അതുകൊണ്ടാണ്. ഓക്കെ, അങ്ങനെ ഇവരുടെ ഒരു ശക്തമായ അജണ്ട അത് നടപ്പിലാക്കാനുള്ള ഒരു ഫൈനലിലേക്ക് ഇവർ കടക്കുകയാണ്. അതായത് സമയം അധികം കളയണ്ട, ഈ ഒരു പെൺകുട്ടികളുമായിട്ട് കൂടുതൽ അടുക്കുക,
എങ്ങനെയെങ്കിലും പ്രഗ്നന്റ് ആക്കിയിട്ട് അവരെ നമ്മുടെ കൂട്ടത്തിലേക്ക് കൊണ്ടുവരണം. അപ്പൊ അതിന് വേണ്ടത് എന്താ വെച്ചാൽ ഇവർക്കൊരു ധൈര്യം കൊടുക്കണം ഒന്നാമത്. രണ്ടാമത് ഒരു മതത്തിലേക്ക് കൊണ്ടുവരണമെങ്കിൽ അതിന് ശക്തമായിട്ടുള്ള എന്തെങ്കിലും ഒരു റീസൺ വേണം അവർക്ക് അത് വരണമെങ്കിൽ. അതിന് വേണ്ടിയിട്ട് അവർ പിറ്റേ ദിവസം എടുക്കുന്ന ഒരു പരിപാടി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ പെൺകുട്ടികൾ പുറത്തേക്ക് പോണ സമയത്ത് കുറച്ച് ഇസ്ലാമായിട്ടുള്ള അല്ലെങ്കിൽ കുറച്ച് ആളുകൾ വന്നിട്ട് ഇവരോട് തട്ടിക്കയറണം കൂട്ടിയിടിച്ചിട്ട്. അങ്ങനെ അവർ തട്ടി കയറി കൂട്ടിയിടിക്കുന്ന സമയത്ത് ആ പുരുഷന്മാരുടെ ശരീരത്തിലുള്ള വസ്ത്രങ്ങൾ പലപ്പോഴായി പല സൈഡിൽ കീറിക്കളയും. അങ്ങനെ ആളുകൾ കൂടി നിൽക്കുമ്പോൾ ഇവർ ആകെ നാണക്കേട് കൊണ്ട് അവിടെ കുനിഞ്ഞിരിക്കുക. ഈ ഒരു സമയത്ത് പർദ്ദധാരിയായിട്ടുള്ള ഒരു സ്ത്രീ വന്നിട്ട് അവരുടെ മക്കനെ ഊരി അവരെ പുതച്ചു കൊടുക്കുന്നുണ്ട്. അത് വളരെ ശക്തമായിട്ട് എന്താ പറയുക, ഒരു വല്ലാത്തൊരു സീനായിട്ടാണ് ഇവർ ചിത്രീകരിച്ചിട്ടുള്ളത്. അപ്പോൾ ആ ഒരു പെൺകുട്ടികൾക്ക് ആ മക്കനയുടെ ഉള്ളില് അല്ലെങ്കിൽ ആ ഒരു കറുത്ത തുണിയുടെ ഉള്ളിൽ ഭയങ്കര സുരക്ഷിതത്വം കിട്ടുന്ന ഒരു ഫീൽ കിട്ടുക. അങ്ങനെ നേരെ റൂമിലേക്ക് വരുന്ന സമയത്ത് അവിടെ നിന്നും ഒരു വയ്യാതെ വന്ന അല്ലെങ്കിൽ ഒരു അപകടത്തിൽ പറ്റി വന്ന ഒരാളെ നമ്മൾ റൂമിൽ കൊണ്ടുവരുമ്പോൾ റൂമിൽ എത്തിക്കഴിഞ്ഞാൽ അവരെ നമ്മൾ എന്ത് പറഞ്ഞിട്ട് സമാധാനിപ്പിക്കുക, പേടിക്കേണ്ട, കുഴപ്പമൊന്നുമില്ല എന്നല്ലേ. പക്ഷെ അവിടെയുള്ള ഭാനു എന്ന ആ ഒരു മുസ്ലിം പെൺകുട്ടി ചെയ്യുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇവരോട് ചോദിക്കുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ആ ഒരു കറുത്ത വസ്ത്രമാണ് നിങ്ങളെ രക്ഷിച്ചത്. അതായത് അങ്ങനെ മക്കനെ ഇട്ട എത്ര സ്ത്രീകൾ അവിടെയുണ്ട്, അവിടെ അങ്ങനെയുള്ള സ്ത്രീകളെ ആരും തൊടുക പോലും ഇല്ല എന്നാണ്. അതാണ് അള്ളാഹു ഞങ്ങൾക്ക് തരുന്ന ഏറ്റവും വലിയ സുരക്ഷിതത്വം എന്നാണ് അവിടെ പറയുന്ന ഒരു സ്റ്റേറ്റ്മെന്റ്. അങ്ങനെ നിങ്ങളുടെ ദൈവങ്ങൾ നിങ്ങളെ സഹായിക്കാൻ വന്നില്ലല്ലോ എന്ന് പറയുമ്പോൾ ആ ഒരു ക്രിസ്ത്യൻ പെൺകുട്ടിക്ക് അതിന് ഒരു കത്തോലിക്കാണ്, അതായത് കുറച്ചുകൂടി തീവ്ര ചിന്താഗതിയുള്ള ഒരു ടീമാണ് ഇവർ എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ആ ഒരു രീതിയിൽ ആ പെൺകുട്ടിയെ കത്തോലിക് ആക്കിയത്. അപ്പൊ അവർ പറയുന്നുണ്ട്, അപ്പൊ എന്റെ യേശുവും ഞങ്ങളെ സഹായിക്കില്ല എന്നാണോ പറഞ്ഞത് ചോദിക്കുമ്പോൾ, ഇല്ല, നിങ്ങളെ സഹായിച്ച അള്ളാഹു ആണ്, ഈ ഒരു കറുത്ത തുണിയാണ് എന്ന സ്റ്റേറ്റ്മെന്റ് അവിടെ അടിച്ച് അങ്ങനെ കൊടുക്കാൻ ശ്രമിക്കുക. എന്നിട്ട് അതിന്റെ ഇടയിൽ പതുക്കെ അവിടെ ഇറങ്ങി പോകുമ്പോൾ അവർക്ക് മൂന്ന് പേർക്കും ഭയങ്കരമായിട്ട് സങ്കടം തോന്നുന്നുണ്ട്. കാരണം എന്നെ കെട്ടിപ്പിടിച്ച് കരയുന്ന ഒരു സീനാണ്. അതിന്റെ ഇടയിൽ എങ്ങനെയെങ്കിലും മതം കുത്തിക്കയറ്റണം എന്നുള്ള അല്ലെങ്കിൽ അവരെ ആ ഒരു രീതിയിലേക്ക് കൊണ്ടുവരണം എന്നുള്ള ഒരു ശ്രമമാണ് അവരെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. പിന്നീട് ഇവരെല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നല്ല കമ്പനിയിൽ തന്നെ മുന്നോട്ട് പോവുകയാണ്. ഓക്കെ, ഇവരങ്ങനെ മെന്റലി വല്ലാണ്ട് തളർന്നപ്പോൾ ആ ഭാനു എന്ന പെൺകുട്ടി ഇവർ രണ്ടുപേരെയും എൻ്റെ കസിൻസിന്റെ അടുത്ത് കൊണ്ടുപോവുക. അതിൽ ഒരാൾ ഡോക്ടറാണ്. ഈ ഒരു ഡോക്ടറെ കയ്യിൽ ISIS നിന്ന് വന്ന ഒരു മരുന്നുണ്ട്. ഈ ഒരു മരുന്ന് കൊടുത്തു കഴിഞ്ഞാൽ അത് കഴിച്ചു കഴിഞ്ഞാൽ നമ്മൾ കൊടുക്കുന്ന കമാൻഡിനനുസരിച്ച് മാറും. അതുപോലെ വലിയൊരു ലഹരിയാണ്, നമുക്ക് ഏത് രീതിയിലും അവരെ ഉപയോഗിക്കാം എന്നുള്ളതാണ്. അങ്ങനെ ആ ഒരു മരുന്ന് ഇവരുടെ ആ ഒരു ടെൻഷനൊക്കെ മാറാൻ വേണ്ടിയാണ് എന്ന് പറഞ്ഞ് പതുക്കെ അവർക്ക് കൊടുത്തു തുടങ്ങുന്നത് ഒരു സീനിലാണ്. അങ്ങനെ അവർ കൊടുക്കുന്ന ആ ഒരു ട്രീറ്റ്മെന്റ് അത് കഴിക്കുന്നു. അത് കഴിഞ്ഞ് മുസ്ലിം പെൺകുട്ടികൾക്ക് കിട്ടുന്ന ആ ഒരു സുരക്ഷിതത്തെ കുറിച്ചിട്ടൊക്കെ സംസാരിക്കുന്നു. അള്ളാഹു ആണ് ഏറ്റവും വലിയ ദൈവം എന്നൊക്കെ പറഞ്ഞ് ഫലിപ്പിക്കുന്ന കുറച്ച് സീനുകളാണ് പിന്നീടുള്ളത്. അങ്ങനെ ഇവരുടെ സൗഹൃദം പതുക്കെ 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 സ്നേഹത്തിലേക്ക്, അത് പ്രണയത്തിലേക്ക്, അത് സെക്സിലേക്ക് വരെ എത്തി നിൽക്കുന്ന രീതിയിലേക്കാണ് കൊണ്ടുപോകുന്നത്. ആദ്യം ഇവരെ വലിയ എന്താ പറയുക സൗഹൃദം നടിക്കുന്നു, അവർ ഭയങ്കര കെയറി കൊടുക്കുന്നു. അത് കഴിഞ്ഞതിന് ശേഷം ഇവർ സെക്സിനെ കുറിച്ചൊക്കെ സംസാരിക്കുന്നുണ്ട്. ഈ സമയത്ത് ഇതിനെക്കുറിച്ച് കുറച്ചൊക്കെ മനസ്സിലാക്കിയിട്ടുള്ള നമ്മളെ തിരുവനന്തപുരംകാരി അവർ ചോദിക്കുന്നുണ്ട്, ഈ സെക്സ് ഒക്കെ തെറ്റല്ലേ, അല്ലെങ്കിൽ മറ്റുള്ള മതത്തിലുള്ള ഒരു സ്ത്രീയെ പ്രേമിക്കാൻ പാടില്ലല്ലോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് തിരിക്കാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷെ അതൊക്കെ അവരുടേതായ രീതിയിലേക്ക് മാറ്റങ്ങൾ വരുത്താൻ ശ്രമിക്കുന്നു എന്നുള്ളതാണ്. അങ്ങനെ ഒടുവിൽ ഇവർക്ക് ആ ഒരു മതം സ്വീകരിക്കാനുള്ള ഒരു താല്പര്യമൊക്കെ വരുന്നുണ്ട്. അങ്ങനെ അവരെ പതുക്കെ ഖുറാനൊക്കെ കൊടുത്ത് സാക്കിർ നായിക്കിന്റെ ഒക്കെ വീഡിയോസ് ആണ് ഇവർ പല സ്ഥലങ്ങളിൽ ഇരുന്ന് കാണുന്നതൊക്കെ ആയിട്ട് കാണിക്കുന്നത്. ഈ ഒരു പെൺകുട്ടി കൂടുതൽ ആ ഒരു ഇസ്ലാം മതത്തിലേക്ക് അഡിക്ഷൻ വരികയാണ്. അതിനിടയിൽ ചെറിയ ചെറിയ സീനുകൾ നമ്മളുടെ ഈ ഒരു ക്രിസ്ത്യൻ പെൺകുട്ടിക്ക് ഉണ്ട് കേട്ടോ. അതായത് ഒരു ഇപ്പൊ ദീപാവലി നടക്കുന്ന സമയത്ത് നമ്മൾ പറയണം, ദീപാവലി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മൊത്തം നമ്മൾ എല്ലാവരും ആഘോഷിക്കുന്നു, അതിൽ ഹിന്ദു മുസ്ലിമോ ക്രിസ്ത്യൻ അങ്ങനെയൊന്നും ഇല്ലല്ലോ. അപ്പൊ ആ പെൺകുട്ടി പറഞ്ഞിട്ട്, അല്ല ദീപാവലി അല്ലേ, നമുക്ക് നാട്ടിൽ പോയി കൂടെ, നമുക്ക് ആഘോഷം വന്നൂടെ കഴിക്കുമ്പോൾ, ദീപാവലി ഇപ്പൊ ഞാൻ നാട്ടിൽ പോയാലും ഇപ്പൊ എന്താ പൂജയും കാര്യങ്ങളൊന്നും ഞാൻ ചെയ്യാറില്ലല്ലോ, അത് വീട്ടുകാരല്ലേ ചെയ്യാറ്, എനിക്ക് അതിനൊന്നും താല്പര്യമില്ല, ഞാൻ ഇവിടെ തന്നെ കൂടാം, പടക്കം പൊട്ടിക്കുന്നല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ അങ്ങനെ കൂടുക. ആ ഒരു സമയത്താണ് ഭാനു എന്ന ആ ഒരു മുസ്ലിം പെൺകുട്ടി വീണ്ടും ഇടപെടലുകൾ നടത്തിയിട്ട് ദൈവങ്ങളെ കുറിച്ചുള്ള ഒരു ചർച്ച നടത്തുന്നത്. അതായത് 30 ദൈവങ്ങൾ ഹൈന്ദവർക്ക് ഉണ്ട്. അപ്പൊ ഏതെങ്കിലും ഒരു ദൈവത്തെ വിളിച്ചിട്ട് നമുക്ക് പ്രാർത്ഥിക്കാൻ കഴിയില്ല. അപ്പൊ ശക്തിക്ക് വേണ്ടിയിട്ട് എനിക്കൊരു ബുദ്ധിമുട്ടുണ്ട്, അപ്പൊ നമ്മൾ ഹനുമാനെ വിളിക്കണം. അത് കഴിഞ്ഞിട്ട് വേറെ എന്തെങ്കിലും കാര്യത്തിൽ ധനത്തിന് വേണ്ടിയിട്ട് ഒരു ദൈവത്തെ വിളിക്കണം, വിദ്യക്ക് വേണ്ടി വേറെ ദൈവത്തിനെ വിളിക്കണം, പലരെയും നമ്മൾ സമീപിക്കണം. ഇവിടെ ഒറ്റ ദൈവമേ ഉള്ളൂ, അതിനെ സമീപിച്ചാൽ മതി എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ ഈ ഒരു ക്രിസ്ത്യൻ പെൺകുട്ടിക്ക് അതൊന്നും ഇഷ്ടപ്പെടാതെ അവരവിടുന്ന് പോയി ഞാൻ പോവുകയാണ് എന്ന് പറഞ്ഞിട്ട് അവിടുന്ന് പോകുന്നൊരു സീനുണ്ട്. അത് ഇടയിൽ വെച്ച് കാണിക്കുന്നത്. അങ്ങനെ ഈ ഒരു പെൺകുട്ടിയുമായിട്ട് മറ്റേ റഹീസ് ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ടതിന്റെ ഭാഗമായിട്ട് അവർ പ്രഗ്നന്റ് ആവുക. പ്രഗ്നന്റ് ആയി കഴിഞ്ഞപ്പോഴാണ് ഇവർ ആകെ കുടുങ്ങി പോകുന്നത്. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഇവരെ ഇനി നാട്ടിലോട്ട് പോകാൻ പറ്റില്ലല്ലോ, പ്രഗ്നന്റ് ആയി, ഇനിയിപ്പോൾ വിവാഹം കഴിച്ച് കൂടാം എന്ന്
റമീസിന്റെ അടുത്ത് ചെല്ലുന്ന സമയത്ത് അയാൾ പറഞ്ഞ് എനിക്ക് കല്യാണം കഴിക്കാൻ പറ്റില്ല എന്ന്. അതിന് വലിയൊരു സംഭവം ഉണ്ടാകുന്ന സമയത്താണ് ഭാനു അതിലേക്ക് ഇറങ്ങി വന്നിട്ട് പറയുന്നത്, നീ എന്തുകൊണ്ടാണ് കല്യാണം കഴിക്കാത്തതെന്ന് ചോദിക്കുമ്പോൾ ഇവൾ മുസ്ലിം അല്ല ഹിന്ദുവാണ്, അതുകൊണ്ട് എനിക്ക് കല്യാണം കഴിക്കാൻ പറ്റില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ എന്തിനൊരു സൊല്യൂഷൻ ഉണ്ട് എന്ന് ഭാനു അവിടെ ഉറപ്പിച്ചു പറയുകയാണ്. ആ സമയത്ത് ആ പെൺകുട്ടി അന്തം വിട്ട് നോക്കിക്കൊണ്ടിരിക്കുക, എന്താണ് ആ സൊല്യൂഷൻ എന്ന്. ഇവള് മതം മാറി നീ കല്യാണം കഴിക്കുമെന്ന് ചോദിക്കുമ്പോൾ റഹീഫ് പറയുന്ന ഒരു സീനുണ്ട്. അതായത് അവള് മതം മാറുകയാണെങ്കിൽ എന്റെ വീട്ടുകാർക്ക് പ്രശ്നം ഉണ്ടാവില്ല, എനിക്കും പ്രശ്നമില്ല, അടിപൊളിയായിട്ട് ജീവിക്കാം എന്ന് പറയുമ്പോൾ ആ പെൺകുട്ടി അത് സമ്മതിക്കുന്നില്ല. ആ ഒരു സമയത്ത് ഈ ഒരു കാമുകനായിട്ടുണ്ടായിരുന്ന ഫെയ്ക്കൻ പറയുന്ന ഒരു സാധനം ഉണ്ട്, ഇവളുടെ സ്നേഹം ഇത്രയേ ഉള്ളൂ. ആ ഒരൊറ്റ കാര്യത്തിൽ അവള് മതം മാറേണ്ടി വരികയാണ്. അങ്ങനെ തന്റെ കൂട്ടുകാരി കൊച്ചിക്കാരിയും ഇതിൽ മതം മാറും. അങ്ങനെ മതം മാറിക്കഴിഞ്ഞാൽ വിവാഹം കഴിക്കാം എന്നുള്ള ഒരു ധാരണയിലാണ് ഇരിക്കുന്നത്. അങ്ങനെ ഈ ഒരു മതം മാറ്റം പെട്ടെന്ന് വീട്ടുകാർക്ക് ആക്സെപ്റ്റ് ചെയ്യാൻ കഴിയില്ല. അപ്പൊ ഭാനു പറയുന്നുണ്ട്, ഒരു കാര്യം ചെയ്യും, നിങ്ങൾ ഒന്ന് വീട്ടിൽ പോയിട്ട് വീട്ടുകാരുടെ ആ ഒരു കാര്യം ഒന്ന് മനസ്സിലാക്കുക, അവരെങ്ങനെയാണ് റിയാക്ട് ചെയ്യാൻ നോക്കാന്ന് പറഞ്ഞിട്ട് പോകുന്നുണ്ട്. രണ്ട് പെൺകുട്ടികളും തന്റെ വീടുകളിലേക്ക് പോകുന്നുണ്ട്. വീട്ടുകാരാകെ ഷോക്ക് ആവുന്നുണ്ട്. കാരണം ഇങ്ങനെയല്ല വീട്ടിൽ നിന്ന് ആ പെൺകുട്ടി പോയത്, മക്കനെയൊക്കെ കുത്തിയിട്ട് തിരിച്ചു വന്നിട്ടുള്ളത്. അതായത് ഈ ഒരു മതത്തിനെ, അതായത് ഹിന്ദു മതത്തിനെ എതിർത്തുകൊണ്ട് അവർക്ക് ഒരു മുസ്ലിം മതം സ്വീകരിക്കേണ്ട ഒരു സ്വന്തമായി തോന്നിയ താല്പര്യമാണോ അല്ലെങ്കിൽ അടിച്ചേൽപ്പിച്ചാണോ എന്നുള്ള സംശയവും വീട്ടുകാർക്ക് വരികയാണ്. അങ്ങനെ വീട്ടിലെത്തി ഇവർ ഈ ഒരു കാര്യം പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് തിരിച്ച് വീണ്ടും ഹോസ്റ്റലിലേക്ക് വരുന്നു. ഹോസ്റ്റലിലേക്ക് എത്തിയതിന് ശേഷമാണ് ഒരു പക്ഷേ ഈ രണ്ട് പെൺകുട്ടികൾ പൂർണ്ണമായിട്ടും പക്ക മുസ്ലിങ്ങളെ പോലെ പെരുമാറാൻ ശ്രമിക്കുന്നത്. ഒരു പക്ഷേ നമ്മളെ കത്തോലിക്കൻ കുട്ടിക്ക് അത് ഇഷ്ടപ്പെടുന്നൊന്നുമില്ല, കാരണം അവർക്ക് ഏകദേശം കാര്യങ്ങളൊക്കെ കത്തി തുടങ്ങുന്നുണ്ട്. പക്ഷെ പിന്നെ സീനുകളിൽ നിന്ന് അവരെ പതുക്കെ മാറ്റി ഇവരിലേക്ക് മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യുകയാണ്. അതിൽ ഈ നമ്മുടെ ഈ ഒരു പെൺകുട്ടി പ്രഗ്നന്റ് ആയ കാര്യങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെ വിവാഹം കഴിക്കാം എന്ന് പറഞ്ഞ ആള് നാട് വിട്ടു പോയതായിട്ടുള്ള കാര്യമാണ് പിന്നീട് ആരറിയുന്നത്, നമ്മുടെ നായിക അറിയുന്നത്. ആകെ കുടുങ്ങി. ഈ ഒരു സമയത്ത് അവിടെയുള്ള മൊല്ലാക്കയുടെ അടുത്ത് കാര്യം പറയുന്നുണ്ട്, എന്ത് ചെയ്യുമെന്ന്. അപ്പൊ മൊല്ലാക്ക പറയുന്ന ഒരു കാര്യമുണ്ട്, അവൻ ഇത്ര ഭീരുവാണെന്ന് ഞാൻ അറിഞ്ഞില്ല, അവൻ നാട് വിട്ടു പോയി. ഒരു കാര്യം ചെയ്യാം, ഈ ഒരു അവസ്ഥയിൽ ഇനി മതവും മാറി ഇനി എങ്ങോട്ടും പോണ്ട, നിങ്ങൾക്ക് ദൈവം ഒരു എന്താ പറയാ മാപ്പ് തരും, അള്ളാഹു മാപ്പ് തരും, നിങ്ങൾ വേറെ കല്യാണം കഴിച്ചിട്ട് ഈ മതത്തെ വളർത്താൻ വേണ്ടിയിട്ട് നടന്നാൽ മാത്രം മതി, അതിന് ഇവിടെ അല്ല നിൽക്കേണ്ടത്, സിറിയയിലേക്ക് പോകണമെന്ന് പറയാം. ആ ഒരു പെൺകുട്ടി മനസ്സില്ല മനസ്സോടെ സമ്മതിക്കുക. കാരണം ഒരാളെ സ്നേഹിച്ച് അയാളിൽ ഒരു കുഞ്ഞുണ്ടാകാൻ പോകുന്നു, എന്നിട്ട് അത് ചതിച്ച് അയാൾ രക്ഷപ്പെടുക. ഈ ഒരു സമയത്ത് നമ്മളെ നായകൻ മുകളിൽ നിന്ന് അത് കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. ഒരു ഇതിലേക്ക് അടുത്തൊരാളെ കല്യാണം കഴിച്ച് കൊടുക്കുക എന്ന് പറയുന്ന ആൾ മുകളിൽ നിന്ന് കണ്ട് സന്തോഷത്തോട് ചിരിക്കുന്നുണ്ട്. അതായത് വലയാണ് എന്ന് കാണിക്കാൻ ആ ഒരു സംഭവം നമുക്ക് മുന്നേ തന്നെ സിനിമയിൽ അത് കാണിച്ചു തരുന്നുണ്ട്, വലയിലേക്ക് ഇവർ വീഴുന്നതാണെന്ന്. അത് കഴിഞ്ഞ് ആ ഒരാളെ കല്യാണം കഴിച്ചുകൊണ്ട് ഇവർ ശ്രീലങ്കയിലേക്ക് പോകും. ശ്രീലങ്കയിലേക്ക് പോകുന്നതിന് തൊട്ട് മുമ്പായിട്ട് ഈ പെൺകുട്ടിയെ കാണാതായി എന്നുള്ള ഒരു വാർത്ത നമ്മളെ വീട്ടുകാർ കൊടുക്കാതിരിക്കാൻ ഒരു കളി കളിക്കുന്നുണ്ട്. അതായത് ആ പെൺകുട്ടികളുടെ അച്ഛനെയും അമ്മയും കാണാൻ അവർക്ക് അവസരം കൊടുക്കുക, എന്നിട്ട് ഞങ്ങളിങ്ങനെ ഒരു ടൂർ പോവാണ്, തിരിച്ചു വരും എന്ന് പറഞ്ഞിട്ടാണ് ഇവിടുന്ന് പോകുന്നത്. ഈ ഒരു സമയത്താണ് ഒരു പക്ഷേ കൊളംബിയയിലെത്തിയ ഈ ഒരു പെൺകുട്ടിക്ക് നമ്മുടെ കത്തോലിക്കൻ പെൺകുട്ടി വിളിച്ചിട്ട് കാര്യം പറയുന്നുണ്ട്, നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന പെൺകുട്ടിയില്ലേ അവൾ ആത്മഹത്യ ചെയ്തു എന്നുള്ളത്. നമ്മുടെ കൊച്ചിക്കാരിയായിട്ടുള്ള പെൺകുട്ടിയില്ലേ, ഈ പെൺകുട്ടിയെ വശീകരിക്കാൻ വന്ന ആൾക്ക് അയാളൊരാണാണ് എന്നുള്ള ആ ഒരു സംഭവം അത് ഇല്ല എന്ന് പറയാം. അതുകൊണ്ട് ഇവളെ പ്രഗ്നന്റ് ആക്കാൻ കഴിഞ്ഞില്ല. അപ്പോൾ അയാൾ എന്ത് ചെയ്തു വെച്ചിട്ടുണ്ടെങ്കിൽ ഇവളുടെ കുറച്ച് നഗ്ന ഫോട്ടോസ് എടുത്തു വെച്ചിരുന്നു. ഇത് ഞാൻ പുറത്ത് കാണിക്കുക എന്ന കാരണം പേടിപ്പിച്ചപ്പോൾ ആ ഒരു പെൺകുട്ടി ആത്മഹത്യ ചെയ്തിട്ടുണ്ട്. അപ്പൊ ആ ഒരു കാര്യം നമ്മളുടെ നായികയെ വിളിച്ച് അറിയിക്കുകയാണ്, നീ ഒരു ട്രാപ്പിൽ പെട്ടിരിക്കുകയാണെന്നൊക്കെ. അപ്പൊ നിന്റെ കൂടെ റമീസ് ഇല്ലേ എന്ന് ചോദിക്കുമ്പോൾ അവൾ പറയുന്നത്, അവൻ എന്നെ ഒഴിവാക്കി പോയി, ഞാൻ പ്രഗ്നന്റ് ആണ്, എന്നെ വേറെ ആളെ കൊണ്ട് കല്യാണം കഴിപ്പിച്ചു. അപ്പൊ എത്രയും പെട്ടെന്ന് അവിടെ നിന്ന് തിരിച്ചു വരണം എന്ന് ആ ഒരു പെൺകുട്ടി പറയുകയാണ്. എന്നിട്ട് അവൾക്ക് ഉണ്ടായ ഇൻസിഡന്റ് പറയാം, 28 മുകളിൽ ആളുകൾ അവളെ റേപ്പ് ചെയ്തിട്ടുണ്ട്. ഭാനു വിളിച്ചിട്ട് കൂടെ കൂടാതിരുന്നത് ഈ ഒരു കത്തോലിക്കൻ പെൺകുട്ടി മാത്രം. അതുകൊണ്ട് തന്നെ അവളേനെ കൊണ്ടുവരാൻ ബുദ്ധിമുട്ടായിരുന്നു. അപ്പൊ ഏതൊരു സാഹചര്യത്തിൽ ഇവര് എല്ലാവരും കൂടെ കൊണ്ടുപോയിട്ട് കുറച്ച് മരുന്നൊക്കെ കൊടുത്ത് മയക്കിയതിനു ശേഷം 28 മുകളിൽ ആളുകൾ അവളെ ലൈംഗികമായി പീഡിപ്പിച്ചു, ഞാൻ കഷ്ടിച്ച് രക്ഷപ്പെട്ടതാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നീ എത്രയും പെട്ടെന്ന് തിരിച്ചു വരണം എന്ന് പറഞ്ഞുകൊണ്ടാണ് നമ്മൾ നായികയെ വിളിക്കുന്നത്. പക്ഷെ നായികക്ക് അവിടെ നിന്ന് രക്ഷപ്പെട്ട് വരാൻ കഴിയാത്ത തരത്തിൽ ലോക്കായി പോവാണ്. അങ്ങനെ അഫ്ഗാനിസ്ഥാനിൽ എത്തുന്നുണ്ട്. അഫ്ഗാനിസ്ഥാനിൽ നിന്നും വലിയ രീതിയിലുള്ള പീഡനങ്ങൾക്ക് വിധേയമാവുന്നുണ്ട്. തന്നെ കൊണ്ടുപോയ ഭർത്താവ് പല ആളുകൾക്ക് നമ്മളെ കാഴ്ചവെക്കുന്നുണ്ട്. ISISന്റെ ഒരു തീവ്രവാദ സംഘടനയിലേക്ക് ആളുകളെ റിക്രൂട്ട് ചെയ്യുക. ഈ സ്ത്രീകളെ റിക്രൂട്ട് ചെയ്യുന്നത് വെറും സെക്സ് ടോയ് ആക്കിക്കൊണ്ട് മാത്രമാണ് എന്നാണ് കാണിക്കുന്നത്. അങ്ങനെ ഒരുപാട് മലയാളി പെൺകുട്ടികൾ ആ ടെന്റിലുണ്ട്. അവർ മലയാളികൾ കേരളത്തിൽ നിന്നും കാസർഗോഡ് നിന്നും മറ്റുള്ള ജില്ലകളിൽ നിന്നും കൊണ്ടുപോയതാണ് എന്നാണ് സിനിമയിൽ പറയുന്നത്. അങ്ങനെ ഈ ഒരു വിഷയമെല്ലാം അനുഭവിച്ച ആ ഒരു കത്തോലിക്കൻ പെൺകുട്ടി പോലീസ് സ്റ്റേഷനിൽ കംപ്ലൈന്റ് ചെയ്യുമ്പോൾ കേരള പോലീസ് കൈമലർത്തുക, ഇത് നിങ്ങൾ പറയുന്ന കാര്യം മാത്രമാണ്, തെളിവുകളില്ലല്ലോ എന്ന് പറഞ്ഞു.
കേരള പോലീസ് കൈമലർത്തി എന്നാണ് സിനിമയുടെ എൻഡിൽ കാണിക്കുന്നത്. ഈ നായികയായിട്ടുള്ള പെൺകുട്ടിയെ പോലീസ് പിടിക്കപ്പെട്ടിട്ടുണ്ട് അല്ലെ. അപ്പൊ അവിടെ നിന്ന് ആ ഒരു പെൺകുട്ടിയെ എന്ത് ചെയ്യുന്നു എന്ന് കാണിക്കുന്നില്ല. ഒരു പക്ഷേ അവര് മരണപ്പെട്ടേക്കാം. ഇന്ത്യയിലേക്ക് എന്തായാലും തിരിച്ചു വന്നിട്ടില്ല എന്ന രീതിയിലാണ് കാണിക്കുന്നത്. ഓക്കെ, അപ്പോ ഇവിടെ ഞാൻ മരണം വരെ പോരാടും എന്ന കത്തോലിക്കൻ പെൺകുട്ടി പറയുന്നുണ്ട്. പക്ഷെ പിന്നീട് എന്ത് സംഭവിച്ചു എന്നൊന്നും പറയുന്നില്ല. അത് കഴിഞ്ഞ് സിനിമ കഴിഞ്ഞു. എന്താണ് അവിടെ സംഭവിച്ചതെന്നും പറയുന്നില്ല. കേരളത്തിൽ നിന്നും 32,000 പെൺകുട്ടികൾ 10 വർഷത്തിനിടയിൽ കാണാതായിട്ടുണ്ട്. എല്ലാവരും ISIS-ലേക്ക്, ഇസ്ലാമിലേക്ക് മതപരിവർത്തനം നടത്തി. ഇത് ഗവൺമെന്റിന്റെ രേഖകളിൽ നമുക്ക് പരിശോധിച്ചാൽ കണ്ടെത്താൻ കഴിയാത്ത തരത്തിലാണ് ഉള്ളത് എന്നൊക്കെയാണ് സിനിമയിൽ സംവിധായകൻ ഏറ്റവും അവസാനം കാണിച്ചിട്ടുള്ളത്. ഗീതാഞ്ജലിസ് പാരന്റ്സ് എന്ന് പറയുന്നത് ഗീതാഞ്ജലി എന്ന പെൺകുട്ടിക്ക് ഈ ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ട്. അവരുടെ ഒരു ഇൻസിഡന്റ് ആണ് ഈ ഒരു സിനിമയിൽ പറഞ്ഞിട്ടുള്ളത്. അവരുടെ പേരൻസിൽ സംസാരിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നിമ മാത്യൂസ് എന്ന് പറയുന്ന ആ ഒരു പെൺകുട്ടി, ഇത്രയും വലിയ ക്രൂരമായിട്ടുള്ള റേപ്പിങ്ങിന് വിധേയമായിട്ടുള്ള ആ ഒരു പെൺകുട്ടിയും ഈ ഒരു വിഷയത്തിൽ സംസാരിക്കുന്നുണ്ട്. പിന്നെ മറ്റേ പെൺകുട്ടിയുടെ മരണപ്പെട്ട കൊച്ചിക്കാരിയായിട്ടുള്ള പെൺകുട്ടിയുടെ വീട്ടുകാർ അവർക്ക് ഈ ഒരു കാര്യത്തിൽ സംസാരിക്കാൻ ഇനി താല്പര്യമില്ല എന്ന് പറഞ്ഞ് മാറി എന്നും ഈ ഒരു സിനിമയിൽ പറയുന്നുണ്ട്. ഏകദേശം 32,000 ആളുകളെയാണ്, പെൺകുട്ടികളെയാണ് മതപരിവർത്തനം നടത്തിയിട്ടുള്ളത് സിനിമയിൽ പറയുന്നു. ഇപ്പോഴും റമീസ് എന്ന് പറയുന്ന ആ ഒരു പയ്യൻ പിസ ഡെലിവറി ബോയ് ആയിട്ട് കേരളത്തിൽ എവിടെയോ പണിയെടുക്കുന്നുണ്ട് എന്നവർ പറയുന്നു. അതുപോലെ തന്നെ സിറിയ തുർക്കി ബോർഡറിൽ വെച്ചിട്ട് കൂടെ ഉണ്ടായിരുന്ന ഇഷാക്ക്, ഇവളെ കല്യാണം കഴിച്ച് കൊണ്ടുപോയ ഇഷാക്ക് മരണപ്പെട്ടു എന്നും സിനിമയിൽ പറയുന്നുണ്ട്. അതുപോലെ തന്നെ കേരളത്തിൽ ഇവിടെയുള്ള തൗസൻഡ്സ് ഓഫ് കുട്ടികൾ എപ്പോഴും ഇനിയും സാധ്യതകളുണ്ട്, അതിന് അവർക്കൊക്കെ വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യുന്നു എന്ന രീതിയിലാണ് സിനിമയുടെ എൻഡ് വരുന്നത്. അപ്പോൾ ഇതാണ് ദി കേരള സ്റ്റോറി എന്ന നിലയിൽ അവർ ചെയ്ത സിനിമ. ഈ ഒരു സിനിമയിൽ എനിക്ക് തോന്നിയ ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വിരലിൽ എണ്ണാവുന്ന തരത്തിലുള്ള കാര്യങ്ങൾ നടന്നിട്ടുണ്ട് എന്ന് തന്നെയാണ്. ഇനി വിരലിൽ എണ്ണാവുന്നതിന്റെ അപ്പുറമാണെങ്കിൽ പോലും സിനിമയിൽ പറഞ്ഞതുപോലെ 32,000 പെൺകുട്ടികളെ മതപരിവർത്തനം നടത്തി ഇങ്ങനെ കൊണ്ടുപോയിട്ടില്ല എന്ന് തന്നെയാണ് ഇവിടെ കേരള ഗവൺമെന്റും പറയുന്നത്, കേരളത്തിലെ പല ആളുകളും പറയുന്നത്. പക്ഷെ എത്രയൊക്കെ മൂടി വെച്ചാലും സത്യം അത് പുറത്തു വരും എന്നുള്ള കാര്യത്തിൽ തർക്കമൊന്നും വേണ്ട. അതിനി 1-2 പെൺകുട്ടികളാണ് ഇങ്ങനെ മതപരിവർത്തനം ചെയ്യപ്പെട്ടിട്ടുള്ളത് എങ്കിൽ അത് ചോദ്യം ചെയ്യപ്പെടേണ്ട കാര്യം തന്നെയാണ്. ISIS പോലെയുള്ള തീവ്രവാദി സംഘടനകളിലേക്ക് അങ്ങനെ പെൺകുട്ടികളൊക്കെ പോയിട്ടുണ്ടെങ്കിൽ അത് ചോദ്യം ചെയ്യപ്പെടേണ്ടത് തന്നെയാണ്. അതിൽ 32,000 ഇല്ല, 2 എണ്ണല്ലേ ഉള്ളൂ എന്ന് പറഞ്ഞ് സംസാരിച്ചിട്ടൊന്നും കാര്യമില്ല. പക്ഷെ ഇവിടെയുള്ള മുഴുവൻ മുസ്ലിങ്ങളും ആ ഒരു രീതിയിലാണ് നടക്കുന്നത് എന്ന് പറയുന്നതിനെ മാത്രം ചൂണ്ടിക്കാണിക്കാനാണ് ഇവിടെയുള്ള സർക്കാർ ശ്രമിച്ചത്, അല്ലെങ്കിൽ ഇവിടെ ആളുകൾ ശ്രമിച്ചത് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഏതൊരു മതത്തിന്റെ പിന്നിലും തീവ്ര ചിന്താഗതിയുള്ള ആളുകൾ ഉണ്ടാവും. അവർ ഇത്തരത്തിലുള്ള രീതിയിലൂടെ ജീവിക്കുന്നു എന്ന് നമുക്ക് അറിയുകയും ചെയ്യും. അതുകൊണ്ട് ഒരു കമ്മ്യൂണിറ്റിയിലുള്ള ഒരാൾ തെറ്റ് ചെയ്താൽ മുഴുവൻ ആളും ആ തെറ്റ് ചെയ്തു എന്ന് നമ്മൾ വിശ്വസിക്കരുത്. ചില തെങ്ങിന്റെ മുകളിൽ കയറുന്ന തെങ്ങ് കയറ്റ കയറ് ഒരു തേങ്ങ കുലുക്കി വിളഞ്ഞെങ്കിൽ ബാക്കിയുള്ള മുഴുവൻ തേങ്ങയും വിളഞ്ഞു എന്ന് വിചാരിച്ച് തള്ളിയിടുന്നുണ്ടല്ലോ. അതുപോലെ അല്ല മനുഷ്യന്മാര് പല രീതിയിലുള്ള ആളുകളാണ്, പല രീതിയിൽ ചിന്തിക്കുന്നവരാണ്. എല്ലാവരും തീവ്രവാദികളാണ് എന്ന മുദ്രയാണ് ഇവിടെ നിന്നും എടുത്തു മാറ്റപ്പെടേണ്ടത്. അപ്പോൾ ഇതാണ് ദി കേരള സ്റ്റോറി എന്ന സിനിമയിലൂടെ എത്രത്തോളം കേരളത്തിലുള്ള, മലപ്പുറം ജില്ലയിലുള്ള, കോഴിക്കോട് ജില്ലയിലുള്ള മുസ്ലിങ്ങൾ, കാസർഗോഡ് ജില്ലയിലുള്ള മുസ്ലിങ്ങൾ ഈ ഒരു രീതിയിലാണ് എന്ന് കാണിക്കാൻ ശ്രമിച്ചത് കൊണ്ടാണ് അതിനെതിരെ ആളുകൾ സംസാരിച്ചത്.